കണ്ടിട്ട് നല്ല അടിപൊളി കാർണിവലാണെന്നാ തോന്നുന്നത്. മിറർ ഷോ, വാ ഒന്ന് കേറിയിട്ട് വരാം. അങ്ങോട്ട് നോക്കിയേ, കണ്ണാടിയിൽ എന്നെ കാണാൻ കാണ്ടാമൃഗത്തിനെ പോലെ ഉണ്ട്. അത് കാണ്ടാമൃഗം തന്നെയാ. നിന്റെ രൂപം തൊട്ടടുത്ത കണ്ണാടി കാണിക്കുന്നുണ്ട്. എന്റെ അമ്മച്ചി, എന്റെ അമ്മച്ചിയാ, ഇതെന്തുവാ? പ്രിയ ജനങ്ങളെ, വരുവിൻ, കാണുവിൻ. നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നു സമുദ്രത്തിലെ കഴിവുള്ള ഡോൾഫിൻ ഗാഥ ചേച്ചിയുടെയും സോണിയുടെയും പെർഫോമൻസ് കാണുവാനായി നിങ്ങൾ എല്ലാവരും പൂളിലേക്ക് വരൂ. അടിപൊളി. വാ, നമുക്ക് പോയി ഡോൾഫിന്റെ പെർഫോമൻസ് കാണാം. വാ, പൂളിലേക്ക് പോവാം പെട്ടെന്ന്. വേഗം വാ. ജനങ്ങൾ പറയുന്നത് ഞാൻ ഭാരതത്തിന്റെ മീനയാണെന്നാ. എന്താ മീനയോ? ഓഹോ, മീനയല്ല ചേച്ചി, മീന. രാധ ചേച്ചി, ഇന്ന് നമ്മളെ ഒരുപാട് പേര് നോക്കാൻ വരുന്നുണ്ട്. നോക്കാനല്ല ചേച്ചി, നമ്മുടെ പെർഫോമൻസ് കാണാനാ വരുന്നേ. ഇന്ന് മിക്കവാറും നമ്മുടെ പെർഫോമൻസ് കണ്ട് കാണികളെല്ലാം കോരിത്തിരിയും. ഓഹോ, കോരി തരിയുമല്ല ചേച്ചി, കോരി തരിക്കും. പിശം, നിങ്ങൾ രണ്ടുപേരും റെഡി ആയിട്ട് വേഗം പൂളിലേക്ക് വരൂ. നമുക്ക് പെട്ടെന്ന് തന്നെ ഷോ തുടങ്ങണം. പിശും, ലേറ്റ് ആവാതെ നോക്ക്. ഞങ്ങൾക്ക് ഈ ജോലി ഇഷ്ടമല്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. എന്നിട്ട് നിങ്ങൾ ഞങ്ങളെ കൊണ്ട് ജോലി ചെയ്യിക്കുന്നുണ്ട്. അതെ, ഞങ്ങളെ കടലിൽ നിന്നും ബലമായി പിടിച്ചിങ്ങോട്ട് കൊണ്ടുവന്നതാ. ഞങ്ങൾക്ക് തിരിച്ച് കടലിലോട്ട് തന്നെ പോണം. നിങ്ങൾക്ക് രണ്ടുപേർക്കും നന്നായി അറിയാം, എനിക്കുള്ളത് 2 ചെറിയ കുട്ടികളാണ്. ഇപ്പൊ നിങ്ങൾ ജോലിക്കിറങ്ങിയില്ലെങ്കിൽ അവർ രണ്ടുപേരും പട്ടിണി കിടക്കേണ്ടി വരും. വേണ്ട വേണ്ട, നിങ്ങൾ ചെന്നോളൂ, ഞങ്ങൾ എപ്പോ വരാം. താങ്ക് യു, താങ്ക് യു. വീണ്ടും ഞാൻ അവരെ അതിവിദഗ്ധമായി തന്നെ പറ്റിച്ചു. വീണ്ടും കടലിലോട്ട് പോണോ അത്രേ? പിശം, നിങ്ങളെ ഞാൻ അതിന് തിരിച്ചു പോകാൻ സമ്മതിച്ചിട്ട് വേണ്ടേ? ബോയ്സ്, ആ 2 ഡോൾഫിൻസിനെയും നിങ്ങൾ നന്നായി ഒന്ന് ശ്രദ്ധിച്ചേക്കണം. ആ 2 ഡോൾഫിൻസും നമ്മളെ സംബന്ധിച്ചൊരു നിധിശേഖരം തന്നെയാണ്. രക്ഷപ്പെട്ടു പോയേക്കരുതാ. എങ്ങനെ രക്ഷപ്പെടാനാണ്? സാറിന്റെ കുട്ടികൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതെ, പാവം ഡോൾഫിൻസ്. ഈ ഫോട്ടോയിൽ കാണുന്നത് എന്റെ കുട്ടികളാണെന്നാണ് അവർ വിചാരിച്ചിരിക്കുന്നത്. വെട്ടികൾ. അവർക്കറിയില്ല ഈ 2 കുട്ടികളും ബിസ്ക്കറ്റിന്റെ ആടിൽ വരുന്ന കഥാപാത്രങ്ങളാണെന്ന്. മാത്രമല്ല, ആ 2 ഡോൾഫിനുകളെയും ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ഈ 2 കുട്ടികളെയും എനിക്ക് ആവശ്യമുണ്ട്. വിഷം. അത് കലക്കി സാർ. ഇയാൾ ശരിക്കും ഒരു ചതിയനാണ്. ആ ഡോൾഫിനെ പറ്റിച്ച് അവൻ കാശുണ്ടാക്കുക. അതെ, പക്ഷെ അവർക്ക് ഇതിനെ കുറിച്ചൊന്നും തന്നെ അറിയുകയില്ല. പക്ഷെ നമുക്ക് ഇപ്പൊ കാര്യം മനസ്സിലായില്ലേ? ഇനി നമുക്ക് ഒമരെ ശരിയാക്കി കൊടുക്കാം. വേണ്ട, ഇപ്പൊ നമുക്കൊന്നും ചെയ്യേണ്ട പോപ്പൻ. ഇപ്പൊ നേരെ പോയി നമുക്ക് ഷോ കാണാം. ഇതൊക്കെ അറിഞ്ഞതിന് ശേഷം നമ്മളെ പ്രോഗ്രാം കാണണോ കൊച്ചളിയാ? വലിയളിയാ, എന്റെ കയ്യിലൊരു ഐഡിയ ഉണ്ട്. എത്ര മനോഹരമായിട്ടാണ് നിങ്ങൾ പെർഫോം ചെയ്തത്. അത് ഡാങ്കി എന്നല്ല പറയാറ്, ഡോങ്കി എന്നാ പറയാറ്. അവർ താങ്ക് യു എന്ന് പറഞ്ഞെന്നാ തോന്നുന്നത്. അതെ, ഇനി ഞങ്ങളുടെ ഡോൾഫിൻസ് നിങ്ങളെ കാണിക്കാൻ പോകുന്ന വെറൈറ്റി പെർഫോമൻസ് അത് ഇതിനു മുമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ആ റൗണ്ടിന്റെ പേരാണ് ഫയറിംഗ് എസ്കേപ്പ് ഗാഥ ആൻഡ് സോണിയ. പിശും. അപ്പൊ അതാ കാര്യം. ഇയാളുടെ ചതിക്കുടിയെന്ന് ആ ഡോൾഫിനെ നമുക്ക് എങ്ങനെ രക്ഷിച്ചേ പറ്റൂ? തീർച്ചയായും. പതുക്കെ ചേച്ചി. ഇങ്ങനെ കരയില്ലേ ചേച്ചി, ഞാൻ മറക്കാൻ പോരട്ടെ അല്ലേ?
മറക്കാവുന്നല്ല ചേച്ചി, മർഹം. ഇനി എന്തായാലും ചേച്ചിയുടെ മുറിവ് ചരിഞ്ഞോളും. ചരിഞ്ഞോളും നല്ല ചേച്ചി, കരിഞ്ഞോളൂന്ന്. എന്തായാലും കരിയുന്നവരെ ഒന്ന് ചരിഞ്ഞു കിടക്കണമല്ലോ. എപ്പോഴും എനിക്ക് തന്നെ തെറ്റുപറ്റണമെന്നില്ലല്ലോ ചേച്ചി. ഐ എം സോറി ചേച്ചി. അയാളുടെ ആ ഫോട്ടോ കാണുന്ന 2 മക്കളെ വളർത്താൻ വേണ്ടി നമുക്ക് നമ്മുടെ പാഷൻ ഫോളോ ചെയ്യാനേ പറ്റുന്നില്ല. അതെ ചേച്ചി, ചേച്ചി സിംഗറും ഞാൻ മലയാളം പഠിപ്പിക്കുന്ന അധ്യാപകയാകേണ്ടതായിരുന്നല്ലോ. കൊള്ളാം. അധ്യാപിക എന്ന വാക്ക് വായിൽ വരുന്നില്ല, എന്നിട്ടും മലയാളം അധ്യാപിക ആകണമെന്ന ആഗ്രഹം. ആടിപ്പൊളി. നിങ്ങൾ പേടിക്കണ്ട, ഞങ്ങൾ നിങ്ങളെ സഹായിക്കാൻ വന്നതാ. നിങ്ങൾ പറഞ്ഞതല്ല ഞങ്ങൾ കേട്ടു. നിങ്ങൾക്ക് സിംഗർ ആവാനാണ് ആഗ്രഹം, നിങ്ങൾക്ക് അധ്യാപികയും. അയ്യോ അങ്ങനെയല്ല, നീ ശരിക്കും കേട്ടില്ലായിരുന്നല്ലേ. അവര് അധ്യാപികയല്ല, അഭ്യാപിക ആവാൻ ആഗ്രഹിക്കുന്നത്. എടാ പൊട്ടാ, ഒന്ന് ചുമ്മാ ഇരിക്കടാ. എന്റെ വലിയ കുറച്ച് കുസൃതിയാ, ഒന്നും തോന്നല്ലേ. നോക്ക്, നിങ്ങൾക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം. ഞങ്ങൾ ഇവിടുന്ന് പോയാലേ ഞങ്ങളുടെ മുതലാളിയുടെ മക്കള് പട്ടിണി കിടന്ന് ആകെ വിഷമിക്കും, പാവങ്ങള്. മുതലാളിയുടെ മക്കളോ? മുതലാളിക്ക് അങ്ങനെ മക്കൾ ആരും തന്നെ ഇല്ല. അയാള് നിങ്ങളെ ഇത് പറഞ്ഞ് പറ്റിച്ചോണ്ടിരിക്കുക. ആ ഫോട്ടോ ബിസ്ക്കറ്റിന്റെ ആഡ് ചെയ്യുന്ന പിള്ളേരുടേതാണ്. അയാള് നിങ്ങളെ പറ്റിച്ചതാ. എന്ത്? ഞങ്ങൾ അയാൾ പറയുന്നത് കേട്ടതാണ്. അയാൾ നിങ്ങളെ വെച്ച് കാശുണ്ടാക്കാൻ നോക്കുകയാണ്. പക്ഷേ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളെ കടൽ വരെ എത്തിക്കേണ്ടത് ഞങ്ങളുടെ കടമയാണ്. നിങ്ങൾ വേഗം തയ്യാറായിക്കൊള്ളൂ. അത് ശരി. അപ്പൊ ഇവിടെ ഒളിച്ചോടാനുള്ള പദ്ധതി ഒരുക്കുകയാണല്ലേ? എന്റെയും എന്റെ മക്കളുടെയും അവസ്ഥ എന്താകുമെന്ന് നിങ്ങൾ ഒളിച്ചോടുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യമെങ്കിലും ചിന്തിച്ചോ? മതി നിങ്ങളുടെ കള്ളത്തരവും മുതല കണ്ണീർ ഒഴുക്കലും. ഇവര് ഞങ്ങളോട് എല്ലാ സത്യം തുറന്നു പറഞ്ഞു. താൻ ഞങ്ങളെ ചതിക്കായിരുന്നു. ഞങ്ങള് പോവാണ്. അത് ശരി, അങ്ങനെ അങ്ങ് പോയാലോ? ആ വിഷും മറ്റുള്ളവരെ ഇങ്ങനെ പിടിച്ചു വെച്ച് ജോലി ചെയ്യിക്കുന്നത് തെറ്റാണ്. അവരവരുടെ വീട്ടിലേക്ക്, അതായത് കടലിൽ പോകാൻ അനുവദിക്കണം. അതെ, ഇവരെ ഞങ്ങൾ കൊണ്ടുപോകും. തന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു അതിന്റെ അർത്ഥം അപ്പോ നിങ്ങൾക്ക് ഇങ്ങനെയൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല അല്ലേ? ബോയ്സ്, പിടിക്കവരെ. അയ്യോ, ഇവർക്ക് ഓടാൻ പോലും പറ്റുന്നില്ലല്ലോ. നമ്മൾ ഇവരെ സഹായിച്ചേ മതിയാകൂ. നിങ്ങൾ രണ്ടുപേരും ഇവിടെ തന്നെ നിൽക്ക്, ഞാൻ ഇപ്പോൾ വരാം. Thank you. അവിടെ നിൽക്കാനാ പറഞ്ഞതാ. എടാ ഡോൾഫിൻ, അയാള് നമ്മുടെ പുറകെ തന്നെ ഉണ്ടല്ലോ. നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കണ്ട. നിങ്ങളെ ഏതെങ്കിലും വഴി നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചതിന് ശേഷം ഞങ്ങൾ മടങ്ങൂ. വേഗം മുകളിലേക്ക് കയറിക്കോളൂ. ഇനി ഞാൻ ഈ വയറും വെച്ചോണ്ട് ഇതിന്റെ മുകളിലോട്ട് വലിഞ്ഞ് എങ്ങനെ കയറാനാ? അയ്യോ രക്ഷിക്കണേ. എടാ ഒന്ന് വഴിന്ന് മാറടാ. എടാ, ഇവന്മാർ പിറകിന്ന് മാറുന്നില്ലല്ലോ. ഈ ചികിത്സമാര് പുറകെ ഉള്ളത് കാരണം നമുക്ക് മര്യാദയ്ക്കൊന്ന് നീറ്റാൻ പോലും കഴിയുന്നില്ല. നീറ്റാനല്ല ചേച്ചി, നീന്താൻ. ഇവിടെ രക്ഷപ്പെടാൻ നോക്കുമ്പോ നിങ്ങൾ രണ്ടുപേരും കൂടി വാക്കുകളിൽ തെറ്റ് തിരുത്തി കളിക്കുകയാണോ? അതെ ചേച്ചി, അല്പം സഞ്ചോകം വേണ്ടതല്ലേ? സഞ്ചോകമല്ല ചേച്ചി, സങ്കോചം. അത് കുറച്ച് മനസ്സിലുണ്ടായിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു. നിങ്ങളുടെ ക്ലാസ് കഴിഞ്ഞെങ്കിൽ നമുക്ക് നേരെ ഇവിടുന്ന് വിട്ടാലോ? എന്നാ പോകാം. നമുക്ക് ഇവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് പുറത്തു പോയേ പറ്റൂ. ഇവിടുന്ന് കടൽ വരെ എത്തണം. ഹണി, നീയും പോപ്പട്ടും വേഗം ബാക്ക് ഗേറ്റിന്റെ അടുത്തെത്ത്. ഞാനും ജോർദാറും രക്ഷപ്പെടാനുള്ള കാര്യങ്ങൾ ചെയ്യാം. ഓക്കേ. വാഹണി, എന്നാ വേഗം വാ, നമുക്ക് അങ്ങോട്ട് പോവാം. മരത്തലയാ, എന്റെ മുഖത്തോട്ടാണോ വെള്ളം തുപ്പുന്നത്? സോറി. പിന്നെ പറയാം. വേഗം അവരെ പിടിക്കാൻ നോക്ക. കൂട്ടുകാരെ, വേഗം ട്രക്കിലേക്ക് കയറ്. അവന്മാര് രക്ഷപ്പെട്ടല്ലോ. വേഗം വാ, അവരെ എങ്ങനെയെങ്കിലും കൈയോടെ പിടിച്ചേ പറ്റൂ.
അവർ പുറകിൽ തന്നെ ഉണ്ട്. ജോർദാറെ, വേഗം ഇൻസ്പെക്ടർ പാണ്ഡയെ കടലിന്റെ അടുത്തേക്ക് വരാൻ പറ. ഓക്കേ. ഹലോ ഇൻസ്പെക്ടർ പാണ്ഡ, നിങ്ങൾ വേഗം ഇങ്ങോട്ടേക്ക് വരൂ. ഞങ്ങൾ കടലിനടുത്ത് തന്നെ ഉണ്ട്. പൊയ്ക്കോളൂ, വേഗം നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് പൊയ്ക്കോളൂ. ആ വിഷു, നിങ്ങൾ എന്ത് കരുതി ഞങ്ങളുടെ കയ്യിൽ നിന്ന് അത്ര പെട്ടെന്ന് അങ്ങ് രക്ഷപ്പെടാമെന്നോ? നിൽക്ക്, നിങ്ങളോട് നിൽക്കാനാ പറഞ്ഞതാ. ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനെ ആരാടാ തൊട്ട് കളിച്ചത്? അയ്യോ, ഞാനൊന്നും ചെയ്തിട്ടില്ല. പോലീസ്. ഇനി ഏതായാലും തന്റെ കളിയൊന്നും നടക്കില്ല ഇവിടെ. ഈ ഡോൾഫിൻ പോലുള്ള പാവപ്പെട്ട മീനുകളെ ചൂഷണം ചെയ്തതിന് നിന്നെ ഞങ്ങൾ ഇപ്പോൾ അറസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. നിന്നെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് പിടികിട്ടിയിരിക്കുന്നു. ഞങ്ങളെ സഹായിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട് നിങ്ങളോട്. ഓഹോ, നന്ദി എന്നല്ല ചേച്ചി, നന്ദി എന്നാ. ഇത്തവണ ചേച്ചി കറക്റ്റ് ആയിട്ടാ പറഞ്ഞേ. അതെ ചേച്ചി, ഇപ്രാവശ്യം ഞാൻ കറക്റ്റ് ആയിട്ടാണ് പറഞ്ഞത്. നന്ദിയുണ്ട്. ശരി, നമുക്ക് പോകാം. എൻഡിലെല്ലാം നന്നായിട്ട് തന്നെ തീർന്നു. പക്ഷെ എനിക്ക് വല്ലാത്ത നഷ്ടമായി പോയി. എന്ത് നഷ്ടമുണ്ടായി വലിയ? എനിക്ക് അവരുടെ രണ്ടുപേരുടെയും ഓട്ടോഗ്രാഫ് വേണമായിരുന്നു. ഇനിയിപ്പോ ഞാൻ അതിനുവേണ്ടി കടലിൽ പോകേണ്ടി വരില്ലേ? അങ്ങനെ പോകാനാണെങ്കിൽ ഒരുപാട് ചെലവാകുകയും ചെയ്യും. അതൊരു നഷ്ടമല്ലേ? അത് കുഴപ്പമില്ല, നിന്നെ വേണമെങ്കിൽ ഇപ്പൊ തന്നെ കടലിലേക്ക് എടുത്തെറിയാം, അതും ഫ്രീ ആയിട്ട്. വേണ്ട.